ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. കറുത്ത ഏത്തപ്പഴം ഇനി കളയേണ്ട കാര്യമില്ല. നമുക്ക് അടിപൊളിയായി ഒരു കൊഴുക്കട്ട ചെയ്തെടുക്കാം. കറുത്ത ഏത്തപ്പഴം 2-3 മുറിച്ച് ഒരു ഇഡ്ഡലിത്തട്ടിൽ വെച്ച് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ പഴം വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 1 കപ്പ് ശർക്കര ഒരു പാനിലേക്കിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നല്ലവണ്ണം അലിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങയിട്ട് ഇളക്കിയെടുക്കാം. തേങ്ങയും ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവിച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ തൊലി നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാം ഇങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം അതിനകത്തുള്ള കറുപ്പും മാറ്റിയെടുക്കാം. എല്ലാം ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം ഒരു ഫോർക്കോ തവിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് പഴം നല്ലവണ്ണം ഉടച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കാൻ പാടില്ല. കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം. നല്ലവണ്ണം ഉടച്ചതിന് ശേഷം ഇതിലേക്ക് പൊടി ചേർക്കാം. ഞാൻ ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. അരിമാവും ചേർക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ എന്തെങ്കിലും ചേർത്താൽ മതി. കുറേശ്ശെ മാവിട്ട് അത് കുഴച്ചെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതിനകത്ത് ഒന്ന് പരത്തിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും ചേർന്നുള്ള മിശ്രിതവും ഒരു അണ്ടിപ്പരിപ്പും വെച്ച് പൊതിഞ്ഞെടുക്കാം. അണ്ടിപ്പരിപ്പ് വേണമെന്നൊന്നുമില്ല. എല്ലാം ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. എല്ലാം കൂടി തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വേവിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലിക്കുട്ടും തുറന്നു നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. സോഫ്റ്റായ ഏത്തപ്പഴം കൊഴുക്കട്ട റെഡി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.